കൊല്ലം കുണ്ടറയിൽ സൈനികനായ മകന്റെ മരണത്തിന് കാരണമായത് പോലീസ് മർദ്ദനമെന്ന അമ്മയുടെ പരാതി. കഴിഞ്ഞ ഡിസംബറിലാണ് മുളവന സ്വദേശി തോംസൺ തങ്കച്ചനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും അമ്മ പരാതി നൽകി. സിക്കിം യൂണിറ്റിൽപ്പെട്ട മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ സൈനികൻ തോംസൺ തങ്കച്ചനാണ് കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചത്. കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉദ്യോഗസ്ഥർ ചേർന്ന മകനെ മർദ്ദിച്ചതാണ് മരണത്തിന് കാരണമായതെന്ന് അമ്മ നൽകിയ പരാതിയിൽ പറയുന്നു. നാട്ടിൽ വന്ന തോംസൺ കുടുംബ പ്രശ്നത്തെ തുടർന്ന് അവധി നീട്ടിയെടുക്കുകയായിരുന്നു. സ്ത്രീധന ഗാർഹിക പീഡനമെന്ന ഭാര്യയുടെ പരാതിയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 11 രാത്രിയിലാണ് ഭാര്യ വീട്ടിൽ നിന്ന് സൈനികനെ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മാസങ്ങൾക്ക് മുൻപ് ഭാര്യ വീട്ടുകാർ തോംസനെ മർദ്ദിച്ചിരുന്നതായും ആരോപണമുണ്ട്. മകനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം അമ്മ ഡെയ്സിമോൾ അറിഞ്ഞിരുന്നില്ല. റിമാൻഡിലായ തോംസൺ 19-ാം തീയതി ജാമ്യത്തിലിറങ്ങി. പിന്നീട് നവംബർ 4-നാണ് മുളവനയിലെ വീട്ടിലെത്തിയത്. അവശനിലയിലായി വീട്ടിലെത്തിയ മകനെ അമ്മ ആശുപത്രിയിലാക്കി. ഇതിനിടെ നട്ടലിന് താഴെയുണ്ടായ മുഴ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. വീട്ടിലെത്തി വിശ്രമത്തിലായിരുന്ന തോംസൺ ഡിസംബർ 27 പുലർച്ചെയാണ് മരിക്കുന്നത്. സ്വാഭാവിക മരണമായിരുന്നു എന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിരുന്നതായി കണ്ടു. പോലീസ് കസ്റ്റഡിയിൽ 3 ഉദ്യോഗസ്ഥർ ചേർന്ന് മകനെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് അമ്മയുടെ ആരോപണം. സ്ത്രീധന പീഡനമെന്നും പറഞ്ഞ് കള്ളക്കേസിൽ കുടുക്കി 11/10/24 പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ പൂട്ടിയിട്ടിരുന്നു. അവിടുന്ന് എൻ്റെ കുഞ്ഞിനെ ബെല്ലോ ഫാംസ് എന്ന റൂമിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ. അവിടെ CCTV ഇല്ല. അവിടെ കയറ്റി കൈകൾ രണ്ടിലും കാലിലും ബലം കണിയിച്ച് ആ മുറി കയറ്റി എൻ്റെ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് CI അനിൽകുമാറും ഇടിയം പ്രദീപ് എന്നറിയപ്പെടുന്ന SI പ്രദീപും SI ശ്യാമകുമാരിയും കൂടെ ചേർന്ന് എൻ്റെ മോനെ ഉപദ്രവിച്ച് കൈയിൽ മേലോട്ട് കെട്ടിയിട്ടിട്ട് ഒരു വലിയ കട്ടിയുള്ള ഒരു സാധനം ടവലിൽ പൊതിഞ്ഞിട്ടാണ് എൻ്റെ കുഞ്ഞിനെ നടുവിലും കരളിൻ്റെ ഭാഗത്തും നെഞ്ചത്തും കൈയുടെ ഇവിടെ എല്ലാം വെച്ച് ഇടിച്ചു കൊടുത്ത് നീ ഇനി പട്ടാളത്തിൻ്റെ ബെൽറ്റ് കെട്ടത്തില്ലടാന്നും പറഞ്ഞുകൊണ്ടാണ് SI ഇടിയം പ്രദീപും SI ശ്യാമയും 3 പേരും കൂടി എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ച് അവശനാക്കി. മകനെ പോലീസ് അറസ്റ്റ് ചെയ്തത് സൈനിക ഉദ്യോഗസ്ഥരെ അറിയിക്കാതെയാണെന്നും അമ്മ പറയുന്നു. റിമാൻഡ് കാലാവധിക്ക് ശേഷം 16 ദിവസം കഴിഞ്ഞാണ് തോംസൺ വീട്ടിലെത്തിയത്. ആരാണ് കൂടെ ഉണ്ടായിരുന്നതെന്നോ ഇത്രയും ദിവസം തോംസൺ എവിടെയായിരുന്നുവെന്നോ അമ്മയ്ക്കും അറിയില്ല. മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ അമ്മ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. വരും ദിവസങ്ങളിൽ സൈനിക ഉദ്യോഗസ്ഥർക്കും ഇതു സംബന്ധിച്ച് പരാതി നൽകും. ജനം, കൊല്ലം.